നമസ്കാരം. 2 വർഷത്തിലേറെയായി ഹമാസ് പിടിയിലുള്ള 20 ബന്ദികളെ ഇന്ന് വിട്ടയക്കുകയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സാരഥ്യത്തിൽ ബന്ദികളെ സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇസ്രയേൽ. ഫലസ്തീൻ തടവുകാരുടെ മോചനവും ഗാസയിലേക്ക് കൂടുതൽ സഹായ വിതരണവും ഇന്നുണ്ടാകും. ഈജിപ്തിലെ കൊയ്റയിൽ ഇന്ന് നടക്കുന്ന സമാധാന ഉച്ചകോടിയിൽ ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളാണ് സംബന്ധിക്കുക. ഇസ്രയേലിന്റെ പിന്തുണയുള്ള ഗാസയിലെ സംയുക്ത ക്രിമിനൽ സംഘം നടത്തിയ വെടിവെപ്പിൽ മാധ്യമപ്രവർത്തകൻ കൊല്ലപ്പെട്ടു. 20 ബന്ദികളുടെ മോചനം പ്രാദേശിക സമയം കാലത്ത് 8 മണിയോടെയാണെന്നാണ് ബന്ദികൾക്ക് ലഭിച്ച വിവരം. തുടർന്ന് ഇത്തരത്തിൽ ബന്ദികളെ കൈമാറി തുടങ്ങിയിട്ടുമുണ്ട്. ഇതിനിടെ കൊല്ലപ്പെട്ട ബന്ദികളുടെ മൃതദേഹങ്ങളും ഹമാസ് റെഡ് ക്രോസ് സംഘം മുഖേന ഇസ്രയേലിന് കൈമാറുകയും ചെയ്യും. ബന്ദി മോചന വേളയിൽ പ്രദർശനപരമായ ചടങ്ങുകളൊന്നും പാടില്ലെന്നാണ് ധാരണ. രാവിലെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രയേലിലേക്ക് എത്തും. 4 മണിക്കൂർ ഇസ്രയേലിൽ ചെലവഴിക്കുന്ന അദ്ദേഹം ഇസ്രയേൽ പാർലമെന്റിൽ പ്രസംഗിക്കും. തിരിച്ചെത്തുന്ന ബന്ദികളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഉച്ചയോടെ ഈജിപ്തിലെ സമാധാന ഉച്ചകോടിയിൽ പങ്കെടുക്കുവാനും പോകും. ഇത്തവണ വീണ്ടും അധികാരത്തിലേറിയ ശേഷമുള്ള ട്രംപിന്റെ ആദ്യ ഇസ്രയേൽ സന്ദർശനമാണിത്. ഈജിപ്ത് ചെങ്കടൽ തീരത്തെ ഷറം ഷെയ്ഖിൽ ഇന്ന് നടക്കുന്ന അന്താരാഷ്ട്ര ഗസ സമാധാന ഉച്ചകോടി നിർണായകമാണ്. 2ാം ഘട്ട വെടിനിർത്തൽ ചർച്ച ഉടൻ ആരംഭിക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. ഉച്ചകോടിയിൽ ഇതു സംബന്ധിച്ച് ധാരണയുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഇറ്റലി, സ്പെയിൻ, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ഇന്ത്യ, ജോർദാൻ, തുർക്കി, UAE, സൗദി അറേബ്യ, ഖത്തർ, പാകിസ്ഥാൻ, ഇന്തോനേഷ്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികളാണ് ഈ ഉച്ചകോടിയിലെത്തുന്നത്. 1950 ഫലസ്തീൻ തടവുകാരെയാണ് ഇത്തരത്തിൽ കരാർ പ്രകാരം ഇസ്രയേൽ വിട്ടയക്കേണ്ടത്. എന്നാൽ തങ്ങൾ നൽകിയ പട്ടിക അംഗീകരിക്കാൻ വിസമ്മതിക്കുന്ന ഇസ്രയേൽ നടപടി കരാർ ലംഘനമെന്നാണ് ഹമാസ് കുറ്റപ്പെടുത്തി ഗാസയ്ക്ക് ആവശ്യമായ വൈദ്യസഹായ വിതരണവും ഉടൻ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട്. ഇതിനിടെ ഹമാസിനെ നിരായുധീകരിച്ചില്ലെങ്കിൽ സൈനിക ആക്രമണത്തെക്കുറിച്ച് വീണ്ടും ആലോചിക്കുമെന്നും നെതന്യാഹു ഹമാസിന്റെ തുരങ്കങ്ങൾ തകർക്കാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയെന്ന ഇസ്രയേൽ പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവനയും ആശങ്കകൾക്കും ഇടയാക്കുന്നുണ്ട്. ഗാസ സിറ്റിയിൽ സായുധ സംഘം നടത്തിയ വെടിവെപ്പിൽ ഫലസ്തീൻ മാധ്യമപ്രവർത്തകൻ സാലിഹ് അൽ ജാഫറായി കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ഇസ്രായേൽ പിന്തുണയുള്ള ഈ സായുധ സംഘത്തിലെ 60 പേരെ പിടികൂടിയതായും ഹമാസ് അറിയിക്കുന്നുണ്ട്. ബന്ദി മോചനത്തിന് സാക്ഷ്യം വഹിച്ചതിനു ശേഷമാണ് ഈജിപ്തിലെ ഷാം എൽ ഷെയ്ഖ് പട്ടണത്തിലേക്ക് അദ്ദേഹം എത്തുന്നത്. ട്രംപിന്റെ നേതൃത്വത്തിൽ ഈജിപ്തിലാണ് ഉച്ചകോടി. സമാധാന കരാറിന്റെ ഭാഗമായി ഹമാസ് ബന്ദികളെ വിട്ടയക്കുകയാണ്. ഇസ്രയേൽ ഫലസ്തീൻ തടവുകാരെയും വിട്ടയക്കും. ട്രംപിനെ കാത്തിരിക്കുന്നത് ഈജിപ്തിയൻ പ്രസിഡന്റ് മാത്രമല്ല, നിലവിൽ 20ഓളം രാജ്യങ്ങളിൽ ഉന്നത പദവി വഹിക്കുന്ന നേതാക്കളാണ്. UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറൻസ്, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർ, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലാനി, സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ്, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോ തുടങ്ങിയ നിരവധി നേതാക്കളെല്ലാം തന്നെ ട്രംപിനെ കാത്ത് ഈജിപ്തിലേക്ക് എത്തും. ഖത്തറും തുർക്കിയും പാകിസ്ഥാനും സൗദി അറേബ്യയും അടക്കം ഇന്ന് 20ഓളം രാജ്യത്തെ പ്രധാന നേതാക്കൾ അല്ലെങ്കിൽ പ്രധാനമന്ത്രിമാരോ പ്രസിഡന്റോ ഏറ്റവും കുറഞ്ഞത് വിദേശകാര്യ മന്ത്രിമാരോ അവിടെ എത്തുന്നുണ്ട്. ഒരു ഇന്റർനാഷണൽ പീസ് സമ്മിറ്റ് ഈജിപ്തിലെ ഷാം എൽ ഷെയ്ഖിൽ സംഘടിപ്പിക്കുന്നത്. ഈ സമ്മിറ്റ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനൊപ്പം ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൾ ഫത്ത് എൽസിനും അധ്യക്ഷൻ വഹിക്കും. അങ്ങനെ ലോകം സമാധാനത്തിന്റെ ഒരു വെള്ളരിപ്രാവിനെ ഒരുമിച്ച് പറപ്പിക്കാൻ കാത്തിരിക്കുമ്പോൾ ചില അശുഭകരമായ സംഭവങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. ഇസ്രായേൽ സേന പിന്മാറിയ ഗാസ സിറ്റിയുടെ നിയന്ത്രണം ഹമാസ് ഭീകരർ പിടിച്ചെടുത്തു എന്നാണ് ചില റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം മുതൽക്ക് തന്നെ പുറത്തു വരുന്നത്. ഈ ഇസ്രായേൽ സേന തന്നെ 73 അല്ലെങ്കിൽ 80% ഗാസയുടെ നിയന്ത്രണം കൈവശപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ അവർ 53%ത്തിലേക്കാണ് ഒതുങ്ങിയത്. ഈ ഗാസ സിറ്റിയുടെ ഹൃദയഭാഗത്ത് നിന്ന് അവർ പിന്നോട്ട് മാറി. ഗാസയിൽ നിന്നും ഒഴിഞ്ഞുപോയ ലക്ഷക്കണക്കിന് ആളുകൾ തിരിച്ചു വന്നുകൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നിരവധി പേരാണ് ഇത്തരത്തിൽ ഗാസയിലേക്ക് മടങ്ങിയെത്തിയത്. 10,000ങ്ങൾ. 2 ദിവസം കൊണ്ട് 2.5 ലക്ഷത്തോളം പേർ തിരികെ എത്തിയതായും റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നു. ഈ ഗാസയിലേക്കുള്ള ജനപ്രവാഹം ഒരു കടല് പോലെ നീണ്ടുവരികയാണ്. അങ്ങനെ എത്തുന്നവർക്ക് പക്ഷെ താമസിക്കുവാനും വീടില്ല. അവിടെയൊക്കെ വീടുകളും താമസ സ്ഥലങ്ങളും ഒക്കെ തച്ചുടക്കപ്പെട്ടിരിക്കുകയാണ്. അതിനൊക്കെ പരിഹാരമുണ്ടാക്കാൻ വേണ്ടിയാണ് നവംബർ 20-ന് രാഷ്ട്രതലവന്മാർ ഈജിപ്തിൽ യോഗം ചേർന്നത്. എന്നാൽ ഗാസയിലേക്ക് ജനം തിരിച്ചു വരുമ്പോൾ അവർ കാണുന്ന രണ്ടാമത്തെ കാഴ്ച, ആദ്യത്തേത് അവരുടെ വീടും ആവാസ വ്യവസ്ഥയും എല്ലാം തകർന്നതാണ്. രണ്ടാമത്തെ കാഴ്ച എന്ന് പറയുന്നത് ആയുധധാരികളായ ഹമാസ് ഭീകരവാദികൾ വീണ്ടും ഗാസയുടെ നിയന്ത്രണം പിടിച്ചെടുക്കുന്നു എന്നതാണ്. ഏതാണ്ട് 7000ഓളം ഹമാസ് ഭീകരവാദികൾ ഈ ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് ഇതിന്റെ ചിത്രങ്ങളടക്കം പുറത്തുവിട്ടിട്ടുള്ളത്. ഗാസയിലേക്ക് എത്തുന്നവരെ പരിശോധിക്കുകയും അവരുടെ മേൽ ഈ തോക്കുധാരികളായ ഭീകരവാദികളുടെ നിയന്ത്രണം, ഇസ്രയേൽ സേനയെ സഹായിച്ചവർ, ഇസ്രയേലിനോട് ഒത്തുതീർപ്പിന് ശ്രമിച്ചവർ, ഹമാസിനെ പ്രതിഷേധിച്ചവർ എന്നിവരെയൊക്കെ തിരഞ്ഞുപിടിച്ച്
വധിക്കുവാനുള്ള ശ്രമങ്ങളൊക്കെയാണ് നടക്കുന്നതെന്നാണ് ഈ റിപ്പോർട്ടുകൾ പ്രകാരം സൂചിപ്പിക്കുന്നത്. ഈ തോക്കുധാരികളായ ഹമാസ് പുറത്തേക്ക് ഭീകരവാദികൾ എന്ന ഗാസ സിറ്റിയുടെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നു എന്ന ദൃശ്യങ്ങളാണ് പുറത്തുവരുന്നത്. ഇത് ഇസ്രയേലിനെ കുറച്ചൊന്നുമല്ല ചൊടിപ്പിച്ചിരിക്കുന്നത്. ഇത് കണ്ടില്ലെന്ന് തൽക്കാലം ട്രംപും അന്താരാഷ്ട്ര മാധ്യമങ്ങളും പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നത് ഇസ്രയേൽ ജനത്തിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. ഈ ഹമാസിനെ ഇല്ലാതാക്കി മാത്രമേ യുദ്ധം അവസാനിപ്പിക്കാനാകൂ എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ ഇസ്രയേൽ. 2 വർഷം മുൻപ് യുദ്ധത്തിന് ഇറങ്ങിയ ശേഷം ഹമാസിന് ഒന്നും സംഭവിച്ചിട്ടില്ല. ഹമാസ് ഞൊടിയിടയിൽ ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത് ഇസ്രയേൽ ജനതയുടെ ഉറക്കം കെടുത്തുന്നുണ്ട്. ഇസ്രയേൽ ജനത അസ്വസ്ഥരാണ്. ആ അസ്വസ്ഥത ഇസ്രയേൽ ഭരണകൂടത്തിനുമുണ്ട്. എന്നാൽ തൽക്കാലം ഒന്നും ചെയ്യേണ്ടതില്ല. ഇസ്രയേൽ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഹമാസ് തടവിലാക്കിയ 48ഓളം അവശേഷിക്കുന്ന തടവുകാരെ മോചിപ്പിക്കുക എന്നതാണ്. അതുകൊണ്ട് തൽക്കാലം സമാധാനത്തിന് ഭംഗമൊന്നും വരുത്തേണ്ട, കാത്തിരിക്കാം. അതാണ് ഇപ്പോൾ ഇസ്രയേലിന്റെ നിലപാട്. 3 ഭീകര സംഘടനകളുടെ നിയന്ത്രണത്തിലാണ് ആ തടവുകാരും. ചിലരുടെ മരണവും ഹമാസ് മാത്രമല്ല, ഇസ്ലാമിക് ജിഹാദ് ഓഫ് പലസ്തീൻ എന്ന സംഘടനയും പോപ്പുലർ ഫ്രണ്ട് ഫോർ ലിബറേഷൻ ഓഫ് പലസ്തീൻ എന്ന ഭീകര സംഘടനയും, അങ്ങനെ ഈ 3 ഭീകര സംഘടനകളാണ് ഒരുമിച്ചിട്ടുള്ളത്. അപ്പോൾ തടവുകാരെ സൂക്ഷിക്കുന്നത് ഇവർ 3ഉം സംയുക്തമായി ചേർന്നിട്ടാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇതിനുശേഷമാണ് ഇന്ന് ഈ ബന്ദികളെയൊക്കെ കൈമാറുന്നത്. ഇന്ന് ഉച്ചയടുക്കുമ്പോഴാണ് ട്രംപ് പറഞ്ഞിരിക്കുന്ന ഈ 72 മണിക്കൂർ കാലാവധി കഴിയുന്നത്. ഇതിനു മുമ്പ് തന്നെ ജീവിച്ചിരിക്കുന്നവരെയും മരിച്ച ആ 28 പേരുടെ മൃതദേഹങ്ങളും ഒക്കെ തന്നെ കൈമാറും എന്നാണ് കരുതപ്പെടുന്നത്. ഇപ്പോൾ എന്തായിരുന്നാലും ബന്ദി കൈമാറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പൂർണ്ണമായും ഇവരെ എല്ലാവരെയും കൈമാറുമോ എന്നുള്ളതും ലോകം ഉറ്റുനോക്കുകയാണ്. എന്നാൽ ഈ മരിച്ച എല്ലാവരുടെയും മൃതദേഹങ്ങൾ ഇവർക്ക് കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള ആശയക്കുഴപ്പം തുടരുന്നു എന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട്. പല സാഹചര്യങ്ങളിലും മൃതദേഹങ്ങൾ സൂക്ഷിച്ചത് അതിൽ പലതും വീണ്ടെടുക്കാൻ കഴിയുന്നില്ല. അതിനാൽ 28 പേരുടെയും മൃതദേഹങ്ങൾ കൈമാറാൻ കഴിയില്ല എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇത് ഇസ്രയേൽ എങ്ങനെ ചൊടിപ്പിക്കും, അല്ലെങ്കിൽ ഇസ്രയേൽ തിരിച്ചെങ്ങനെ റിയാക്ട് ചെയ്യും? അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഖത്തറിന്റെയും തുർക്കിയുടെയും സംയുക്ത സേന പരിശോധന നടത്തണമെന്നും ഈ മരിച്ചവരുടെ മൃതദേഹങ്ങൾ നൽകണമെന്നും പ്രതികരിക്കും ചിലപ്പോൾ. ഇസ്രയേൽ സേന ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. മാത്രമല്ല, ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തറപ്പിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. ആദ്യം ഉത്തരവാദിത്തം ഞങ്ങൾ നിറവേറ്റി, ഞങ്ങൾ പിന്മാറി. രണ്ടാമത്തെ ഉത്തരവാദിത്തം ഹമാസ് തടവുകാരെയാണ്. മൂന്നാമത് ഫലസ്തീൻ തടവുകാരെയും ഇസ്രയേലും വിട്ടുകൊടുക്കുന്നത്. ഇത് കഴിഞ്ഞാൽ ട്രംപിന്റെ സുപ്രധാനമായ ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഹമാസിൽ നിരായുധീകരണവും ഗാസയിലെ എല്ലാവിധ ആയുധങ്ങളും ഇല്ലാതാക്കുക, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും വിട്ടുവീഴ്ച തങ്ങൾ ചെയ്യില്ല. ഹമാസ് ഗാസ നിയന്ത്രണം പിടിച്ചാൽ ഇസ്രയേൽ വീണ്ടും ആഞ്ഞടിക്കും എന്നുമാണ് അറിയിച്ചിട്ടുള്ളത്. ഇത് തന്നെയാണ് ഈ സമാധാനം ഹ്രസ്വകാലത്തേക്ക് മാത്രമാണ് എന്ന ആശങ്ക രൂപപ്പെടുവാൻ കാരണമാകുന്നത്. തൽക്കാലം ഇസ്രയേൽ തടവുകാരെ വിട്ടുതരാൻ വേണ്ടി കാത്തിരിക്കുന്നു. പിന്നീട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുമായി രംഗത്തെത്തും. ഹമാസ് ഗാസ തെരുവിൽ നിറഞ്ഞു നിന്നാൽ, അവർ ആയുധം താഴെ വെച്ചില്ലെങ്കിൽ ഇസ്രയേൽ സേന വീണ്ടും ആക്രമണം ആരംഭിക്കുമെന്നും പൂർണ്ണമായും തിരിച്ചുപിടിക്കുമെന്നും ഈ റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇസ്രയേൽ തടവുകാരെ വിട്ടുതന്നാൽ പിന്നെ തുരങ്കം പോലും ബോംബ് വെച്ച് തകർക്കുവാൻ, ബങ്കർ ബസ്റ്റ് ഉപയോഗിച്ച് തകർക്കുവാൻ ഇസ്രയേലിന് ഭയപ്പെടേണ്ടതില്ല. എന്നുവെച്ചാൽ ഈ ലോകം പ്രതീക്ഷയോടെ ഇന്ന് കാത്തിരിക്കുന്ന ആ സമാധാനത്തിന്റെ മണിക്കൂറുകളാണ് ഇപ്പോൾ ഉള്ളത്. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ കനത്ത യുദ്ധം ആരംഭിക്കുമെന്നും ഇസ്രയേൽ ഹമാസിനെ തീർക്കുക എന്ന ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇനി ഒരു 2ാം ഘട്ട യുദ്ധം ഉണ്ടാകുമോ എന്നുള്ളതും ലോകം ഉറ്റുനോക്കുകയാണ്. ഹമാസ് പൂർണ്ണമായും ഇല്ലാതാകാതെ ഒരു ഒത്തുതീർപ്പിനും ഇനി ഇസ്രയേൽ ഇല്ല എന്ന് തീർത്തു പറഞ്ഞിട്ടുണ്ട്. ഹമാസിനെ ഇനി വാഴാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് ഇസ്രയേൽ അച്ചട്ടയായി പറയുന്നത്. അനുവദിച്ചാൽ ഒക്ടോബർ 7 കൊല്ലപ്പെട്ട മനുഷ്യരോട്, അല്ലെങ്കിൽ അവരുടെ ആത്മാവിന് ഒരിക്കലും അത് പൊറുക്കാൻ കഴിയില്ല എന്നാണ് അവർ പറയുന്നത്. ഇനി ട്രംപ് ഈ ബന്ദികളെ കയ്യിൽ കിട്ടിയാൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് എന്നാണ് കണ്ടറിയേണ്ടത്.